പ്രതി അഫാൻ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് പിതൃ സഹോദരൻ ലത്തീഫിനെയാണ്. ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ സൂചനകളുമുണ്ട്. 5 പേരുടെയും മൃതദേഹത്തിൽ കണ്ടെത്തിയത് മാരകമായ മുറിവുകളാണ്. പേരുമലയിലെ വീട്ടിൽ സൗത്ത് സോൺ IG-യുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് IG വിശദീകരിച്ചു. പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. അതിനുശേഷമേ എന്തെങ്കിലും പറയാം. നമുക്കിപ്പോൾ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റും. ഇയാൾ ഒരാൾ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി. എന്തെങ്കിലും തരത്തിലുള്ള ഈ പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് സാർ? പ്രാഥമികമായെങ്കിലും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? അത് പറയാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതെ അതിന് ഉപയോഗിച്ച അത് അന്വേഷിക്കുന്നുണ്ട്. അത് തെളിവെടുപ്പിൽ നടത്തുകയാണ്. സാർ എല്ലാവരും ഒരേ രീതിയിൽ ഇപ്പോൾ നൃപനും വിജിനും വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം നൃപനിലേക്ക്. നൃപൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പുരോഗതിയുടെ ഈ ഘട്ടത്തിൽ കൂടുതലായി അറിയാനുള്ളത്? തീർച്ചയായും ശരത്ത്, ഈ നാടിനെ നടുക്കിയ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ, കൂടുതൽ വിശദാംശങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്നതിനേക്കാൾ പുറമേ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തേടിയത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദക്ഷിണ മേഖല IG ആയിട്ടുള്ള ശ്യാം സുന്ദർ അടക്കം ഈ പെരുമലയിലെ വീട്ടിൽ എത്തിച്ചേർന്ന്, കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് പരിശോധന നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച് ഈ കൊല മുഴുവൻ നടത്തിയത് ഒരാൾ തന്നെയാണ്, അഫാൻ തന്നെയാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രാഥമികമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൊല നടത്തിയ ആയുധത്തെ സംബന്ധിച്ച് എല്ലാവരെയും ഈ ചുറ്റിക ഉപയോഗിച്ച്, ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള പരിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരേ ആയുധം തന്നെയാണോ 6 പേരിലും പ്രയോഗിച്ചത്? അതിൽ 5 പേർ കൊല്ലപ്പെട്ടു. അമ്മയാണ് ഗുരുതരമായ പരിക്കോടുകൂടി ഇപ്പോൾ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നത്. പക്ഷേ ഈ കുറ്റകൃത്യത്തിന് കാരണമായ സംഭവങ്ങളെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിയുടെ മാനസികാവസ്ഥയാണ്. ഇത്തരത്തിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇടപെട്ട് കരുതിക്കൂട്ടി ഈ കൊലകളെല്ലാം വളരെ മൃഗീയമായി, ക്രൂരമായി കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥയ്ക്ക് കാരണമായ അടിസ്ഥാന കാരണങ്ങൾ മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന കാര്യമാണ്. അത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് അടക്കം മൊഴി എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ സ്ഥിതിയെ സംബന്ധിച്ച പരിശോധന നടത്തിയതുണ്ട്. അമ്മയിൽ നിന്ന് മൊഴിയെടുക്കാനോ അമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയുമോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതി അഫാൻ പലതരത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ പറയുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ ഇയാൾ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമം നടത്തിയിരുന്നു. എലിവിഷം 8 വർഷത്തിന് മുമ്പ് എലിവിഷം കഴിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് വീട്ടിൽ ഫോൺ വാങ്ങി നൽകിയില്ല എന്ന കാരണം പറഞ്ഞാണ് അഫാൻ അന്ന് എലിവിഷം കഴിച്ചത്. അങ്ങനെ ഈ പ്രതിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ദുരൂഹത തുടരുന്നുണ്ട്. അത് ഈ കുറ്റകൃത്യത്തിലേക്ക് രീതിയും അങ്ങനെ ഒരു തുടർച്ചയായി ബന്ധുക്കളെ, രക്തബന്ധുക്കളെ തന്നെ, അനുജനെ തന്നെ ഏറ്റവും പൈശാചികമായി കൊലപ്പെടുത്തുക, സ്വന്തം പിതാവിൻ്റെ സഹോദരനെ ഏറ്റവും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക, അങ്ങനെ കുറ്റകൃത്യത്തിൻ്റെ ക്രൈമിൻ്റെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കുറ്റവാളി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതാണ് IG പറഞ്ഞത്. രക്തപരിശോധന അടക്കം പൂർത്തിയാക്കി ശാസ്ത്രീയമായി തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള രീതിയിലേക്കും പോലീസ് സംഘം പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയുടെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അമ്മയുടെ ബന്ധു അമ്മയെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം സന്ദർശിച്ച ശേഷം അല്പം മുമ്പ് ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷെമിയാണ് ഇപ്പോൾ ICUയിൽ കഴിയുന്നത്. അപ്പോൾ അവരെ കയറി കണ്ട ബന്ധുവാണ് പ്രതികരിച്ചത്. ശരീരത്തിൽ അവരുടെ തലയിൽ ഈ മാരകമായ മുറിവിൽ 13 തുന്നലുണ്ട്, കവിളലിന് പൊട്ടലുണ്ട്. ഇപ്പോഴും ചോദിച്ചപ്പോൾ ഇളയ മകനെക്കുറിച്ച് അഫ്സാനെക്കുറിച്ച് ചോദിച്ചു എന്നും ബന്ധുവിനോട് ചോദിച്ചു. ഒപ്പം തന്നെ ഇത് മരണവും മറ്റു
കാര്യങ്ങൾ ബന്ധു അറിയിച്ചില്ല. പക്ഷേ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ ഓർമ്മ വന്നിട്ടുണ്ട്, ബോധം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ കാര്യങ്ങൾ തിരക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ബന്ധു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിൽ ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് വിദഗ്ധർ എല്ലാ സ്ഥലത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഡോഗ് സ്ക്വാഡിനെ പരിശോധന തുടർന്ന് നടത്തും. അതുകൊണ്ട് അന്വേഷണ സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ 3 DOSP-മാർ ഒപ്പം തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നൃപൻ സൂചിപ്പിച്ചത്. അതായത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ഉമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ഓർമ്മ തിരികെ കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങൾ തിരക്കുന്നു എന്ന് പറഞ്ഞത് ഈ കേസന്വേഷണത്തെ സംബന്ധിച്ച് വളരെയേറെ സുപ്രധാനമായ ഒരു കാര്യമാണ്. പല കാര്യങ്ങളും അവരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാകുന്നുണ്ട്. അതുപോലെ ഈ പ്രതിയുടെ അഫാൻ്റെ ആക്രമണ രീതികൾ എല്ലാവരെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അതിക്രൂരമായി ആക്രമിക്കുന്നു. അതിൽ തന്നെയും ഏറ്റവും അധികം ക്രൂരമായ ആക്രമണത്തിന് വിധേയനായത്, കൊലപ്പെടുത്തും മുമ്പ് അത്രമേൽ ആക്രമിച്ചത് പിതൃ സഹോദരൻ ലത്തീഫിനെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ മൽപ്പിടുത്തം നടന്നു, അതുപോലെ തന്നെ അവിടെ മോഷണ ശ്രമം നടന്നിരുന്നു എന്നുമൊക്കെ വരുന്നുണ്ടല്ലോ. അത് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ പുതുതായി വന്നൊരു കാര്യം. അതായത് ഈ പിതൃ സഹോദരൻ, അതായത് പിതാവിൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ വലിയ രീതിയിലുള്ള മൽപ്പിടുത്തം ഇരുവരും തമ്മിലുണ്ടായി. ഈ പ്രതിയുടെ തന്നെ, അഫാൻ്റെ തന്നെ ഷർട്ടിൻ്റെ ബട്ടൺ അവിടെ നിന്ന് ഇളകിത്തെറിച്ചത് പോലീസിന് ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പറയുന്നുണ്ട്. ആയുധത്തിൻ്റെ ഈ ഉപയോഗിച്ച ആയുധവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ, അതിൻ്റെ ചില പാർട്ടുകൾ അവിടെ നിന്ന്, ആയുധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക്, ഈ ജ്യേഷ്ഠ സഹോദരനിലേക്ക്, കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണമായി പോലീസ് സംശയിക്കുന്നത്, തലേ ദിവസം ഈ പറഞ്ഞ നേരത്തെ തന്നെ മുത്തശ്ശിയോട് പലതവണ പണം ആവശ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വർണ്ണമാല വേണം എന്നാവശ്യപ്പെട്ട് അവിടെ പോയിരുന്നു. അവർ നൽകാൻ കൂട്ടാക്കിയില്ല. കഴിഞ്ഞ ദിവസം, ഈ കൊലപാതകം നടക്കുന്ന ദിവസം വീണ്ടും മുത്തശ്ശിയെ തേടി ഈ മാലയ്ക്ക് വേണ്ടിയാണ് പോയത്. അപ്പോൾ അവർ ഈ മാല മറ്റൊരു ബന്ധുവിന് കൊടുത്തു എന്ന് അഫാനോട് പറഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ അഫാൻ ഈ മാല, മുത്തശ്ശിയുടെ മാല വലിയച്ഛൻ്റെ വീട്ടിലാണ്, വലിയച്ഛൻ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് പോയത് എന്ന സൂചന ഒന്നാമതായി വരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ വീട്ടിൽ ഈ അമ്മയും ആരും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് അഫാനോട് ചോദിച്ചപ്പോൾ സംശയം തോന്നി. അവർ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തുമോ എന്ന സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോയി വലിയച്ഛനെ കൊലപ്പെടുത്തിയത് എന്ന സൂചനയുണ്ട്. രണ്ടാണെങ്കിലും ഈ മൽപ്പിടുത്തം നടന്നതും അവിടെ മോഷണത്തിന് ശ്രമം ഉണ്ടായതിലും ഈ എന്തെങ്കിലും മുതൽ കൈക്കലാക്കാൻ, ഈ പറഞ്ഞ സ്വർണ്ണമാല കൈക്കലാക്കാനുള്ള ലക്ഷ്യം അഫാൻ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിൽ അവിടെ ഏറ്റവും ക്രൂരമായ, മൃഗീയമായ കൊലപാതകത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ തലയിൽ ആവർത്തിച്ചാണ് പിൻഭാഗത്ത് ഈ ഹാമർ കൊണ്ട്, ചുറ്റികൊണ്ട് അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ അഫാൻ്റെ കാമുകിയെ കൊലപ്പെടുത്തിയാലും അതിനിഷ്ഠൂരമായ കൊലപ്പെടുത്തലാണ്. സഹോദരനെ പിൻഭാഗത്ത് നിന്നാണ് ഈ ഹാമർ ഉപയോഗിച്ച് തല്ലിയിട്ടുള്ളത്, ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അക്രമത്തിൻ്റെ ഈ പറഞ്ഞ ക്രൈമിൻ്റെ പാറ്റേൺ സാധാരണ ഒരു കൊടും കുറ്റവാളി ചെയ്യുന്നത് പോലെ നേരത്തെ കരുതിക്കുട്ടി ഉറപ്പിച്ച രീതിയിലുള്ള കൊലപാതകമാണ്. അത്തരത്തിലുള്ള മോട്ടീവിലേക്ക് പ്രതി പോയതിൻ്റെ കാരണമാണ് പോലീസ് പരിശോധിക്കുന്നത്. ശരത്.